അപ്പോൾ നമ്മൾ സർഫസ് കെമിസ്ട്രി എന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 1. ഡ്യൂറിങ് അഡ്സോർപ്ഷൻ ഓഫ് ക്രിപ്റ്റൺ ഓൺ ആക്ടിവേറ്റഡ് ചാർക്കോൾ അറ്റ് ലോ ടെമ്പറേച്ചർ. അവിടെ ഓപ്ഷൻ കൊടുത്തുള്ളത് ഡെൽറ്റ എച്ചിനെ കുറിച്ചും ഡെൽറ്റ എസിനെ കുറിച്ചാണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഒരു ഗ്യാസ് മെറ്റലിൽ വന്ന് അഡ്സോർബ് ചെയ്യുമ്പോൾ ആ പ്രോസസ് എക്സോതെർമിക് ആണ്. സോ ഡെൽറ്റ എച്ച് ലെസ് ദാൻ 0 ആണ്. ഒരു ഗ്യാസ് മെറ്റലിൽ വന്ന് ഒട്ടിപ്പിടിക്കുമ്പോൾ അതിൻ്റെ എൻട്രോപ്പി കുറയുന്നുണ്ട്. ഡെൽറ്റ എസും ലെസ് ദാൻ 0 ആണ്. ഡെൽറ്റ എച്ച് ലെസ് ദാൻ 0, ഡെൽറ്റ എസ് ലെസ് ദാൻ 0. ഓപ്ഷൻ ബി. സെക്കൻഡ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ റോങ് സ്റ്റേറ്റ്മെന്റ് ഫോർ ഫിസിക്സ് ഓപ്ഷൻ? ഓപ്ഷൻ എ, ഇറ്റ് ഈസ് റിവേഴ്സിബിൾ റിയാക്ഷൻ. ഓപ്ഷൻ ബി, reaction requires energy of activation. Option C, value of adsorption enthalpy is low. Option D, it is generally occurs at low temperature. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഫിസിക്സ് ഓപ്ഷൻ നടക്കാൻ ആക്ടിവേഷൻ എനർജിയുടെ ആവശ്യമില്ല. സോ ഓപ്ഷൻ ബി റോങ് സ്റ്റേറ്റ്മെന്റ് ആണ്. നമുക്ക് വേണ്ടത് റോങ് ആണ്. സോ ക്വസ്റ്റ്യൻ നമ്പർ 2 ആൻസർ ഓപ്ഷൻ ബി. തേർഡ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് കറക്റ്റ്? ഓപ്ഷൻ എ, enthalpy of physical adsorption is less compared to enthalpy of chemical adsorption. Milk is an example of emulsion. Option C, physical adsorption increases with increase in temperature. Option D, smoke is an aerosol. നമുക്കറിയാം ഫിസിക്കൽ അഡ്സോർപ്ഷൻ സംഭവിക്കുന്നത് അറ്റ് ലോ ടെമ്പറേച്ചർ ആണ്. അറ്റ് ലോ ടെമ്പറേച്ചർ. അതുകൊണ്ട് ഫിസിക്സ് ഓപ്ഷൻ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമെന്ന് പറഞ്ഞാൽ തെറ്റാണ്. സി ഈസ് അവർ ആൻസർ. ഓപ്ഷൻ സി. ഫോർത്ത് ക്വസ്റ്റ്യൻ. പ്ലോട്ട് ഓഫ് ലോഗ് എക്സ് ബൈ എം അഗെയിൻസ്റ്റ് ലോഗ് പി ഈസ് എ സ്ട്രൈറ്റ് ലൈൻ ഇൻക്ലൈൻഡ് അറ്റ് an angle of 45 degree. When the pressure is 0.5 atm and Freundlich parameter K is 10, amount of solute adsorbed per gram of adsorbent will be. നമുക്കറിയാം ലോഗ് എക്സ് ബൈ എമ്മും ലോഗ് പിയും തമ്മിൽ ഗ്രാഫ് വരച്ചാൽ ഒരു സ്ട്രൈറ്റ് ലൈൻ കിട്ടും. ഇതിൻ്റെ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ 1/n എന്ന് പഠിച്ചിട്ടുണ്ട്. ദിസ് സ്ലോപ്പ് ഈക്വൽ ടു ടാൻ തീറ്റ. ഈ ആംഗിള് 45 ഡിഗ്രി എന്ന് പറഞ്ഞിട്ടുണ്ട്. ടാൻ തീറ്റ എന്ന് പറഞ്ഞാൽ ടാൻ 45. ടാൻ 45 1 ആണ്. 1/n 1 എന്ന് പറഞ്ഞാൽ n ഈക്വൽ ടു 1. ഇപ്പം എന്ത് കിട്ടി? എന്നിൻ്റെ വാല്യൂ കിട്ടി. നമ്മളെ കയ്യിൽ ഇക്വേഷൻ ഉണ്ട് എക്സ് ബൈ എം ഈക്വൽ ടു കെ ഇൻറ്റു പി റൈസ് ടു 1/n. എമൗണ്ട് ഓഫ് സൊല്യൂട്ട് അഡ്സോർബ്ഡ് പെർ ഗ്രാം ഓഫ് അഡ്സോർബ് എന്ന് പറയുമ്പോൾ ഈ എം 1 ആണ്. നമുക്ക് കാണേണ്ടത് എക്സ് ആണ്. കെൻ്റെ വാല്യൂ ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുണ്ട് 10. 10 ഇൻറ്റു പ്രഷർ 0.5 ആണ്. റൈസ് ടു 1. ദറ്റ് ഈസ് ആൻസർ 5 gram. ഓപ്ഷൻ ഡി. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ. Which among the following statements are correct with respect to adsorption of gas on solid? Number 1, extent of adsorption is equal to Kp raised to n according to Freundlich isotherm. Number 2, extent of adsorption is equal to Kp raised to 1/n. Number 3, extent of adsorption is equal to 1 plus Bp by Ap according to Langmuir isotherm. Number 4, extent of adsorption is equal to Ap by 1 plus Bp according to Langmuir isotherm. Freundlich adsorption isotherm fails at low pressure where K, A, B are constant and P is pressure. ഈ 4 സ്റ്റേറ്റ്മെന്റിൽ ഏതെല്ലാം സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ് എന്നാണ് പറഞ്ഞത്? നമ്പർ 1, extent of adsorption is equal to Kp raised to n according to Freundlich isotherm. Number 2, extent of adsorption is equal to Kp raised to 1/n. നമുക്കറിയാം എക്സ് ബൈ എം എന്ന് പറഞ്ഞാൽ K ഇൻറ്റു പി റൈസ് ടു 1/n ആണ്. സോ നമ്പർ 2 റെഡിയാണ്.
നമ്പർ 3 പറഞ്ഞത് എക്സ്റ്റെൻഡ് ഓഫ് അഡ്സോർപ്ഷൻ ഇസ് ഈക്വൽ ടു 1 പ്ലസ് ബി പി ബൈ എ പി എന്നാണ്. അത് ശരിയല്ല. എക്സ് ബൈ എം കാണാനുള്ള ഇക്വേഷൻ എ പി ബൈ 1 പ്ലസ് ബി പി ആണ്. അതുകൊണ്ട് 3ഉം 4ഉം തെറ്റാണ്. നമ്പർ 5 ഫ്രണ്ട്ലിച്ച് അഡ്സോർപ്ഷൻ ഐസോതെർം ഫെയിൽസ് അറ്റ് ലോ പ്രഷർ. വളരെ ലോ പ്രഷറിൽ എക്സ് ബൈ എം ഈക്വൽ ടു കെ ഇൻറ്റു പി എന്നാണ് എഴുതുക അറ്റ് ലോ പ്രഷർ. അപ്പോൾ ഈ സമയത്ത് ഒരിക്കലും കെ ഇൻറ്റു പി റൈസ് ടു 1/n എന്ന് എഴുതേണ്ട ആവശ്യമില്ല. സോ 5ാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. സോ 2 and 5 ആർ കറക്റ്റ്. ദാറ്റ് ഈസ് ഓപ്ഷൻ ഡി. 6th question. Which of the following is true in respect of adsorption? നമുക്കറിയാം അഡ്സോർപ്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു സ്പോണ്ടേനിയസ് പ്രോസസ്സാണ്. സോ ഡെൽറ്റ ജി ലെസ് ദാൻ 0. നേരത്തെ ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞു ഡെൽറ്റ എച്ച് ലെസ് ദാൻ 0 ആണ്, ഡെൽറ്റ എസും ലെസ് ദാൻ 0 ആണ്. സോ ഡെൽറ്റ ജി ലെസ് ദാൻ 0, ഡെൽറ്റ എച്ച് ലെസ് ദാൻ 0, ഡെൽറ്റ എസ് ലെസ് ദാൻ 0. ഓപ്ഷൻ ബി. ബി ഈസ് കറക്റ്റ് ആൻസർ. 7th question. Which one of the following is example for homogeneous catalysis? Option A, manufacture of sulfuric acid by conductive process. B, manufacture of ammonia by Haber process. Option C, hydrolysis of sucrose in presence of dilute hydrochloric acid. Option D, hydrogenation of oil. ഈ തന്നതിൽ ഹോമോജീനസ് കാറ്റലിസിസ് ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി എന്ന് പറഞ്ഞാൽ ഹൈഡ്രോളിസിസ് ഓഫ് സൂക്രോസ് ആണ്. C12H22O11 aqueous plus H2O liquid become C6H12O6 plus C6H12O6. ഇതിൽ ഉപയോഗിക്കുന്ന ഒരു ആസിഡ് അക്വസ് ആണ്. സോ റിയാക്ടൻറ്റും കാറ്റലിസ്റ്റും സെയിം സ്റ്റേറ്റ് ആയതുകൊണ്ട് അത് ഹോമോജീനസ് ആണ്. ദാറ്റ് ഈസ് ഓപ്ഷൻ സി. 8th question. An example for autocatalysis is option A, oxidation of NO to NO2. Option B, oxidation of SO2 to SO3. Option C, decomposition of KClO3 to KClO2. Option D, oxidation of oxalic acid by acidified KMnO4. Answer D ആണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് MnO4 minus plus C2O4 2 minus become Mn2 plus CO2. ഇതിൽ Mn2 പ്ലസ് കാറ്റലിസ്റ്റ് ആയി പ്രവർത്തിക്കും. ഒരു റിയാക്ഷനിൽ കിട്ടുന്ന പ്രൊഡക്റ്റ് തന്നെ കാറ്റലിസ്റ്റ് ആകുമ്പോൾ അങ്ങനെ റിയാക്ഷൻ വിളിക്കുന്ന പേരാണ് ഓട്ടോ കാറ്റലിസിസ്. സോ അവർ ആൻസർ ഓപ്ഷൻ ഡി. 9th question. The efficiency of enzyme catalysis is due to its capacity to A, to form strong enzyme substrate to complex. B, change the shape of substrate. C, lower the activation energy of reaction. D, form a colloidal energy in water. E, decrease the bond energy in substrate molecule. ഒരു എൻസൈമിൻ്റെ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ അതിൻ്റെ മെക്കാനിസം പറയണത് എൻസൈം സബ്സ്ട്രേറ്റിനോട് റിയാക്ട് ചെയ്ത് എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് ഉണ്ടാവും. ആ കോംപ്ലക്സ് എത്രത്തോളം സ്ട്രോങ് ആകുന്നുവോ അത്രത്തോളം റേറ്റ് ഓഫ് റിയാക്ഷൻ കൂടും. സോ ഒരു എൻസൈമിൻ്റെ എഫിഷ്യൻസി കിടക്കുന്നത് എൻസൈമും സബ്സ്ട്രേറ്റും തമ്മിലുള്ള കോംപ്ലക്സ് സ്ട്രോങ് ആക്കുന്നതിലാണ്. സോ അവർ ആൻസർ ഓപ്ഷൻ എ. 10th question. Identify the correct statement regarding enzyme. A, enzymes are specific biological catalysts that can normally function at a very high temperature around 100 Kelvin. B, enzymes are normally heterogeneous catalysts. They are very specific in their reaction. Enzymes are specific biological catalysts that cannot be poisoned. Option D, enzymes are specific biological catalysts. They possess well-defined active site. ഇതിൽ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ എന്റെ പ്രശ്നം ഇറ്റ് ഫംഗ്ഷൻ അറ്റ് ഹൈ ടെമ്പറേച്ചർ എന്ന് പറയുമ്പോൾ തെറ്റാണ്. ഇറ്റ് ഫംഗ്ഷൻ അറ്റ് അബൌട്ട് 25 to
37 ഡിഗ്രി ആണ്. ദാറ്റ് ഈസ് ഒപ്റ്റിമം ടെമ്പറേച്ചർ എന്ന് പറയും. ഓപ്ഷൻ ബിന്റെ പ്രശ്നം അത് ഹെറ്ററോജീനസ് കാറ്റലിസ്റ്റ് എന്ന് പറഞ്ഞു എന്നുള്ളതാണ്. ഓപ്ഷൻ ഡിന്റെ പ്രശ്നം, ഓപ്ഷൻ സിന്റെ പ്രശ്നം ഇറ്റ് കനോട്ട് ബി പോയിസൺഡ് എന്ന് പറഞ്ഞാൽ ഇതിനെ നമുക്ക് പോയിസൺ ചെയ്യാൻ പറ്റും. എല്ലാ രണ്ട് സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആയത് ഓപ്ഷൻ ഡിയിലാണ്. 12th question. In a reversible reaction, the catalyst. Option A, increase activation energy of both of backward reaction. Option B, increase activation energy of forward reaction. Option C, decrease activation energy of both forward and backward reaction. Option D, decrease activation energy of forward reaction. Catalyst increase rate of both forward and backward reaction. ഫോർവേഡ് റിയാക്ഷൻ്റെയും ബാക്ക്വേർഡ് റിയാക്ഷൻ്റെയും റേറ്റ് ഇൻക്രീസ് ചെയ്യും. റേറ്റ് ഇൻക്രീസ് ചെയ്യണമെങ്കിൽ ഇറ്റ് ഷുഡ് ഡിക്രീസ് EA ഓഫ് ബോത്ത് ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ് റിയാക്ഷൻ. ഫോർവേഡ് റിയാക്ഷൻ്റെയും ബാക്ക്വേർഡ് റിയാക്ഷൻ്റെയും ആക്ടിവേഷൻ എനർജി കുറക്കുന്നു. ഡിക്രീസസ് ആക്ടിവേഷൻ എനർജി ഓഫ് ബോത്ത് ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ് റിയാക്ഷൻ. ഓപ്ഷൻ സി. 13th question. Which of the following has maximum coagulation power with ferric hydroxide salt? ശ്രദ്ധിക്കണം, ഫെറിക് ഹൈഡ്രോക്സൈഡ് സോൾ എന്ന് പറഞ്ഞാൽ FeOH ത്രൈസ് ആണ്. ഇത് പോസിറ്റീവ് ചാർജുള്ള കൊളോയിഡാണ്. ഇതിനെ കൊയാഗുലേറ്റ് ചെയ്യണത് നെഗറ്റീവ് ചാർജുള്ള അയോണാണ്. നിങ്ങളോട് ചോദിക്കുന്നത് മാക്സിമം കൊയാഗുലേഷൻ പവർ ആണ്. മാക്സിമം കൊയാഗുലേഷൻ പവർ കിട്ടണമെങ്കിൽ ഹയസ്റ്റ് വാലൻസി ആയിരിക്കണം ഫോർ നെഗറ്റീവ് അയോൺ. കാരണം കൊളോയിഡ് പോസിറ്റീവ് ആയതുകൊണ്ട് നെഗറ്റീവ് അയോൺ ആണ് കൊയാഗുലേറ്റ് ചെയ്യുക. സോ നെഗറ്റീവ് അയോണിന് ഹയസ്റ്റ് വാലൻസി ആണ്. ഓപ്ഷൻ എ. ക്രയോലൈറ്റ് എന്ന് പറഞ്ഞാൽ Na3Al_F6 ആണ്. ഇതിൽ Al_F6 3- ആണ്. ഓപ്ഷൻ ബി K2C2O4 ആണ്. C2O4 2-. ഓപ്ഷൻ സി K3FeCN6 ആണ്. ദാറ്റ് ഈസ് FeCN6 3-. ഓപ്ഷൻ ഡി K4FeCN6 ആണ്. ദാറ്റ് ഈസ് FeCN6 4-. So our answer is option D. 14th question. Among the electrolyte Na2SO4, CaCl2, Al2SO4 thrice and NH4Cl, most effective coagulating agent for Sb2S3. Sb2S3 എന്ന് പറഞ്ഞാൽ അത് നെഗറ്റീവ് ചാർജുള്ള കൊളോയിഡാണ്. നെഗറ്റീവ് ചാർജുള്ള കൊളോയിഡിന് മോസ്റ്റ് കൊയാഗുലേറ്റിംഗ് പവർ കിട്ടണമെങ്കിൽ പോസിറ്റീവ് ചാർജ് ഹയസ്റ്റ് ആവണം. പോസിറ്റീവ് ചാർജ് ഹയസ്റ്റ് ഉള്ളത് ഏതിലാണ് എന്ന് ചോദിച്ചാൽ അത് Al2SO4 ത്രൈസിലാണ്, Al3+. സോ അവർ ആൻസർ ഈസ് ഓപ്ഷൻ സി. അപ്പോൾ ഒരു കൊളോയിഡിന്റെ ചാർജ് ഏതാണ് എന്ന് നമ്മുടെ ടെക്സ്റ്റ് പ്രകാരങ്ങൾ പഠിച്ചു വെക്കണം. Sb2S3 നെഗറ്റീവ് ചാർജുള്ള കൊളോയിഡാണ്. അതിനെ കൊയാഗുലേറ്റ് ചെയ്യാൻ മോസ്റ്റ് എഫക്റ്റീവ് കൊയാഗുലേറ്റിംഗ് ഏജന്റ് എന്ന് പറയുമ്പോൾ പോസിറ്റീവ് വാലൻസി കൂടിയ ആളാണ്. ദാറ്റ് ഈസ് ഓപ്ഷൻ സി, Al2SO4 thrice. 15th question. Select wrong statement. Option A. If very small amount of AlCl3 is added to gold salt, coagulation occur. But if large quantity of AlCl3 is added, there is no coagulation. Option B. Organic ions are more strongly adsorbed on charged surface in comparison to inorganic ion. Option C. Both emulsifier and peptizing agent stabilize colloid, but their actions are different. Option D. Colloidal solutions are thermodynamically stable. നമുക്ക് ഓരോ ഓപ്ഷൻ നോക്കാം. If a very small amount of AlCl3 is added to gold salt, coagulation occurs. But if a large quantity of AlCl3 is added, there is no coagulation. നിങ്ങൾ മനസ്സിലാക്കണം, ഒരു കൊളോയിഡ് നിലനിൽക്കണമെങ്കിൽ, ഇപ്പോൾ ഗോൾഡ് സോൾ ആണെങ്കിലും നിലനിൽക്കണമെങ്കിൽ ഒരു മിനിമം എമൗണ്ട് ഓഫ് ഇലക്ട്രോലൈറ്റ് അവിടെ വേണം. ആ മിനിമം എമൗണ്ട് ഓഫ് ഇലക്ട്രോലൈറ്റിൽ
കൊളോയിഡുകൾ സ്റ്റേബിൾ ആണ്. കൊളോയിഡുകൾ സ്റ്റേബിൾ ആണ് വിത്ത് ലോ കോൺസെൻട്രേഷൻ ഓഫ് ഇലക്ട്രോലൈറ്റ്. എന്നാൽ കൂടുതൽ ഇലക്ട്രോലൈറ്റ് ആഡ് ചെയ്യുമ്പോഴാണ് അവിടെ കൊയാഗുലേഷൻ സംഭവിക്കുക. പക്ഷെ ഓപ്ഷൻ എ നേരെ തിരിച്ചാണ്. കുറച്ച് എമൗണ്ട് ആഡ് ചെയ്യുമ്പോൾ കൊയാഗുലേഷൻ നടക്കുമെന്നും കൂടുതൽ എമൗണ്ട് ആഡ് ചെയ്യുമ്പോൾ കൊയാഗുലേഷൻ നടക്കണില്ല എന്നും പറഞ്ഞത്. സോ ഓപ്ഷൻ എ ഇൻകറക്റ്റ് ആണ്. ബാക്കിയൊക്കെ ഒന്ന് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ബി ഓർഗാനിക് അയോൺസ് ആർ മോർ സ്ട്രോങ്ലി അഡ്സോർബ്ഡ് ഓൺ ചാർജ്ഡ് സർഫസ് ഇൻ കമ്പാരിസൺ ടു ഇൻഓർഗാനിക് അയോൺ. അങ്ങനെ മനസ്സിലാക്കണം, ഇത് അഡ്സോർപ്ഷൻ ആണ്. അഡ്സോർപ്ഷൻ ഒരിക്കലും പോളാർ വിത്ത് പോളാർ, നോൺ പോളാർ വിത്ത് നോൺ പോളാർ എന്നില്ല. ഇത് സംഭവിക്കുന്നത് വാൻഡർവാൾസ് ഫോഴ്സ് വഴിയായതുകൊണ്ട് ഓർഗാനിക് അയോൺസിന് അഡ്സോർപ്ഷൻ നടക്കാൻ പറ്റും. ഓപ്ഷൻ സി എമൾസിഫയറും പെപ്റ്റൈസിങ് ഏജന്റും സ്റ്റെബിലൈസ് ചെയ്യുന്നു കൊളോയിഡ് വിത്ത് ദയർ ഡിഫറെന്റ് ആക്ഷൻ. പഠിച്ചിട്ടുണ്ട്, എമൾസിഫയിങ് ഏജന്റ് ആക്ഷൻ അല്ല, പെപ്റ്റൈസിങ് ഏജന്റ് ആക്ഷൻ. ഓപ്ഷൻ ഡി കൊളോയിഡൽ സൊല്യൂഷൻസ് ആർ തെർമോഡൈനാമിക്കലി സ്റ്റേബിൾ. അതായത് കൊളോയിഡൽ മിക്സിംഗ് എന്ന് പറഞ്ഞാൽ അത് തെർമോഡൈനാമിക്കലി സ്റ്റേബിൾ എന്ന് പറയാൻ കാരണം അത് സ്പോണ്ടേനിയസ്ലി അത് കൊളോയിഡ് ഫോം ചെയ്യുന്നുണ്ട്. അതാണ് ലയോഫിലിക് കൊളോയിഡുകൾ. സോ ഓപ്ഷൻ എ ആണ് ഇതിൽ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. 16th question. Gold number of protective colloid A, B, C and D are 0.5, 0.01, 0.1 and 0.005 respectively. The correct order of their protective power. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഗോൾഡ് നമ്പർ കൂടുന്നതിനനുസരിച്ച് പ്രൊട്ടക്റ്റീവ് പവർ കുറയും എന്നാണ്. പ്രൊട്ടക്റ്റീവ് പവർ കുറയുന്നതാണ്. ഗോൾഡ് നമ്പർ കൂടുമ്പോൾ പ്രൊട്ടക്റ്റീവ് പവർ കുറയും. സോ നമുക്ക് പറയാം ഗോൾഡ് നമ്പർ ഏറ്റവും കുറവുള്ള ഡി ആണ് മോസ്റ്റ് പ്രൊട്ടക്റ്റീവ്. ഡി ആണ് ഏറ്റവും കൂടുതൽ. പിന്നെ കുറവുള്ളത് ബിക്കാണ്, പിന്നെ കുറവുള്ളത് സിക്കാണ്, പിന്നെ എ ആണ്. ഇതാണ് ഓർഡർ ഓഫ് പ്രൊട്ടക്റ്റീവ് പവർ. ഡിക്ക് ഗോൾഡ് നമ്പർ ഏറ്റവും കുറവാണ് എന്ന് പറഞ്ഞ അർത്ഥം പ്രൊട്ടക്റ്റീവ് പവർ ഏറ്റവും കൂടുതലാണ്. സോ അവർ ആൻസർ ഓപ്ഷൻ സി. 17th question. On adding 1 milliliter solution of 10% NaCl to 10 milliliter gold salt in the presence of 0.25 gram starch, coagulation is just prevented. Gold number of starches. നമ്മൾ ഗോൾഡ് നമ്പറിൻ്റെ ഡെഫിനിഷൻ പറഞ്ഞിട്ടുണ്ട്. ആ ഡെഫിനിഷനിൽ പറയുന്നുണ്ട് എമൗണ്ട് ഓഫ് ലയോഫിലിക് കൊളോയിഡ് ഷുഡ് ബി റെപ്രസെൻറ്റഡ് ഇൻ മില്ലിഗ്രാം. പക്ഷെ ഇവിടെ പറഞ്ഞത് 0.25 ഗ്രാം എന്നാണ്. അതിന് മില്ലിഗ്രാംക്ക് മാറ്റിയാൽ അതെന്താവുള്ളൂ, ദാറ്റ് ബിക്കം ഗോൾഡ് നമ്പർ. സോ 0.25 ഇൻറ്റു 10⁻³ ചെയ്താൽ 250 മില്ലിഗ്രാം. 250 മില്ലിഗ്രാം എന്ന് പറയുമ്പോൾ ഗോൾഡ് നമ്പർ ഈസ് 250. ആ ഡെഫിനിഷനിൽ പറഞ്ഞ ബാക്കിയെല്ലാം ശരിയാണ്. 1 milliliter 10% NaCl, 10 milliliter ഗോൾഡ് സോൾ, ഇതെല്ലാം അതിൻ്റെ ഡെഫിനിഷനിൽ പറഞ്ഞാണ്, അതിലൊന്നും മാറ്റില്ല. സോ അവർ ആൻസർ ഈസ് 250. ദറ്റ് ഈസ് ഓപ്ഷൻ ഇ. 18th question. The dispersed phase, dispersion medium and nature of colloid of gold soul is. നമുക്കറിയാം ഗോൾഡ് സോൾ എന്ന് പറഞ്ഞാൽ സോളിഡ് ഇൻ ലിക്വിഡ് ആണ്, അതേസമയം ലയോഫോബിക് കൊളോയിഡ് ആണ്. സോ ഡിസ്പേഴ്സ്ഡ് ഫേസ് സോളിഡ് ആണ്, ഡിസ്പേർഷൻ മീഡിയം ലിക്വിഡ് ആണ്, ലയോഫോബിക് ആണ്. ദറ്റ് ഈസ് ഓപ്ഷൻ എ. 19th question. The basic principle of Cottrell precipitator is. Option A, Le Chatelet principle. Option B, peptization. Option C, neutralization of charge of colloidal particle. Option D, scattering of light. Cottrell's precipitator എന്ന് പറഞ്ഞാൽ അതൊരു സ്മോക്ക് പ്രസിപ്പിറ്റേറ്റർ ആണ്. ഈ സ്മോക്കിനെ പ്രസിപ്പിറ്റേറ്റ് ചെയ്യണത് ബൈ പാസിങ് ഇലക്ട്രിസിറ്റി. ഇലക്ട്രിസിറ്റി പാസ് ചെയ്തുകൊണ്ട് പാർട്ടിക്കിൾസിനെ ന്യൂട്രലൈസ് ചെയ്ത് കൊയാഗുലേറ്റ് ചെയ്യലാണ്. ദറ്റ് ഈസ് Cottrell's precipitator or smoke precipitator. So our answer is
ന്യൂട്രലൈസേഷൻ ഓഫ് ചാർജ് ഓഫ് കൊളോയിഡൽ പാർട്ടിക്കിൾ. ഓപ്ഷൻ സി. ന്യൂട്രലൈസേഷൻ വഴി കൊയാഗുലേറ്റ് ചെയ്യലാണ് കോട്രസ് പ്രസിപ്പിറ്റേറ്റ്, ദാറ്റ് ഈസ് സ്മോക്ക് പ്രസിപ്പിറ്റേറ്റ്.